ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് പാലക്കാട് വാളയാറിനടുത്ത് വാദ്യാർ ചള്ളയിൽ വെച്ച് പ്രദേശവാസിയായ കർഷകൻ വിജയനെ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്നലെ രാത്രി 12 മണി മുതൽ നിരന്തരം ആ കാട്ടാനകൾ അവരുടെ കൃഷിയിടത്തിലേക്ക് എത്തിയിരുന്നതായാണ് വിജയൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. വിജയൻ്റെ അച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ രാത്രി 12 മണി മുതൽ ആന എത്തിയിരുന്നത്. 12 മണിക്ക് ഒരിക്കൽ വന്നു, 2 മണിക്ക് ഒരിക്കൽ വന്നു, 4 മണിക്കാണിത് നടന്നത്. 4 മണിക്ക് വന്നപ്പോഴാണ് മകന് നേരെ ആക്രമണം ഉണ്ടായത്. അവർ അതിന് രണ്ടട്ട വരുമ്പോഴൊക്കെ ഗാർഡുമാരും ബാച്ചർമാരും എല്ലാം ഉണ്ട്, ആട്ടിവിട്ടു. ഇത് 4 മണിക്ക് വരുമ്പോൾ അവരാരും ഇല്ല, ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. അവിടെ നിന്ന് നോക്കുമ്പോൾ 2 3 കണ്ടത്തിനുള്ളിൽ വന്ന് ആട്ടിവിട്ട് തിരിഞ്ഞ് ഞങ്ങൾ ആട്ടിവിട്ട് തിരിഞ്ഞ് മേട് കയറിയത് ഞങ്ങൾ മുടുക്കിയായിട്ട് പോണതാണ്. എത്ര ആന ഉണ്ടായിരുന്നു? 3. അപ്പോൾ ഏട്ടനൊരു വഴിക്കും വിജയം വേറെ വഴിക്ക് ഓടി അവൻ പോകണം. എന്താണ് ആന തട്ടിയിട്ടതാണ്. കണ്ടിരുന്നു ഞങ്ങൾ അതന്നെ ഇവിടെ ഇങ്ങനെ ആകുമ്പോൾ നാണും ഇവിടെ ഇത് നാന്തി ഓടി അവൻ അതിൽ പോയി അവിടെ ആന മുടുക്കി. അതിനുശേഷം ആന പിന്നെ അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു പോയി, പിന്നെ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ അതിന് പിന്നെയാണ് വാച്ചർമാർ ഗാർഡുമാരൊക്കെ വന്നത്. ആനയെ ആറാട്ടിക്കാർ കോമ്പൊട്ടി ചളയുന്ന ആനയെ ഓട്ടിച്ച് വരികയായിരുന്നു. നിങ്ങളത് അറിഞ്ഞിരുന്നില്ല? അതൊന്നും അറിഞ്ഞില്ലല്ലോ, അവർ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ശബ്ദം കേട്ടപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നതാണ്. നിരന്തരം ഇതിന് മുമ്പൊക്കെ ആന വരുന്നുണ്ട്, ദിവസം വരുന്നുണ്ട്. 1 മാസം അടുത്ത് കൂട്ടിക്ക് പണി ഇതേ തന്നെ പണി. കൂടുതൽ പ്രദേശവാസികൾ ഉൾപ്പെടെ ചേരുന്നുണ്ട്. ഇതിന് മുമ്പൊക്കെ വരുന്നുണ്ട്. 2-3 മാസമായിട്ട് ഇതേ തരാം. ആന വരുന്നത് തടയാൻ ഒരു നടപടിയില്ല. എന്ത് ചെയ്യുന്നത് ഇവിടെ അതായത് സ്ഥിരമായി 2 മാസത്തിനിടെ നിരന്തരം ഈ കാട്ടാനകൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആളുകളുടെ കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്നുണ്ട്. ഇത് വനവകുപ്പിൽ നിങ്ങൾ പരാതി കൊടുത്തിട്ടും ദിവസം വിളിക്കുന്നുണ്ട്, അവർ വരുന്നുണ്ട്. പക്ഷേ ആവശ്യമായ വാച്ചർമാരില്ല. വാച്ചർമാർക്ക് ആവശ്യമായ എക്യുപ്മെൻസുകളില്ല, പടക്കങ്ങളില്ല, അവർക്ക് രാത്രി പോകാനുള്ള സൗകര്യങ്ങളില്ല. അവർ വരേണ്ട കുറവാണ്, ആൾ കുറവാണ്. ഈ പ്രദേശം രൂക്ഷമായ കാട്ടാള സൈന്യം ഉള്ളതാണ്. പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് നാശമുണ്ടാകും. ആളെ പിടിക്കുന്ന ആനയുണ്ട്, ആളെ പിടിക്കുന്ന ആന വേറെയുണ്ട്. അപ്പോൾ അതിന് ഇവിടുന്ന് ഉൾക്കാട്ടിലേക്ക് തുറത്താനുള്ള ഏർപ്പാട് ചെയ്യണം. 10-14 അവിടെയുണ്ട്. അത് കഴിഞ്ഞാൽ പാറ്റിപ്പരി ഞങ്ങൾ തൊട്ട് അവിടെയാണ്, അവിടെയും വരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി വരുന്നില്ല. പക്ഷേ ഇപ്പുറം രൂക്ഷമായ ഇതാണ്. അതിന് പരിഹാരം കാണണം. വെറുതെ അങ്ങനെ പറഞ്ഞു പോകരുത്. ഇത് കാര്യമായൊരു തീരുമാനം DFO തലത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇതിനെ നമുക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കുള്ളൂ. വാളയാർ മുതൽ ധോണി വരെയുള്ള മേഖലയിലാണ് കാട്ടാനയുടെ ആക്രമണം. കാട്ടാന നിരന്തരമായി ജനവാസ മേഖലയിലേക്ക് എത്തി നാശങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയുള്ള കർഷകർ വിജയനും അതുപോലെ തന്നെ അച്ഛൻ രത്നവും കൂടി അവരുടെ കൃഷിയിടത്തിലേക്ക് ആന എത്തുന്നത് തടയാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഇതാണ് വൈദ്യുതി വേലി ഉൾപ്പെടെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് നിരന്തരം ആനകൾ ഇവരുടെ കൃഷിയിടത്തിലേക്ക് വരുന്നു എന്നാണ് വിജയൻ്റെ അച്ഛൻ രത്നം ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവരുടെ ഏക്കർ കണക്കിന് കൃഷിയിടമാണ്. ഇന്നലെ രാത്രിയിൽ മാത്രം ഈ ആനക്കൂട്ടം എത്തി നശിപ്പിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി 7ഓളം ആനകൾ ആദ്യം എത്തുന്നു. പിന്നീട് പുലർച്ചെ 2 മണിക്കും ആനകളെത്തി. ഈ 2 സമയത്തും വനവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഈ മേഖലയിലേക്ക് എത്തുകയും ആനയെ തുരത്തിയതുമാണ്. പക്ഷേ ഇതിന് ശേഷമാണ് പുലർച്ചെ 4 മണിയോടുകൂടി വീണ്ടും ആനകൾ ഇവരുടെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. ആനകൾ എത്തിയ വിവരം അറിഞ്ഞ് ആനകളെ തുരത്താൻ വേണ്ടിയാണ് വിജയനും അതുപോലെ തന്നെ അച്ഛൻ രത്നവും കൂടി ഈ കൃഷിയിടത്തിലേക്ക് വന്നത്. ഇതിനിടയിലാണ് ആനകൾ ഇവർക്ക് നേരെ പാനെടുക്കുകയും വിജയനെ ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ച് എറിയുകയും ചെയ്തത്. ഇതിനിടയിൽ വിജയൻ്റെ കാലിനും ഇടുപ്പിനുമാണ് നിലവിൽ പരിക്കേറ്റുള്ളത്. ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് നാട്ടുകാരുടെ സഹായത്തോടെ വിജയനെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടുന്ന് പിന്നീട് വിദഗ്ധ ചികിത്സ വിജയന് നൽകണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് നിലവിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.